ഹായ് ഗേസ്, പുതിയൊരു വീഡിയോ ആയിട്ട് വരികയാണ്. ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ്റുകാൽ പൊങ്കാലയാണ്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് രാവിലെ 3 മണിക്ക് എണീച്ചിട്ട് ഓട്ടം പോവുകയാണ്. സ്ഥിരം കൊണ്ടുപോകുന്ന ആൾക്കാർ തന്നെയാണ് ഓട്ടം കൊണ്ടുപോകുന്നത്. സാധനമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അവർ. അങ്ങനെ സാധനമൊക്കെ എടുത്ത് ഓട്ടോയിൽ വെച്ച് ആട്ടോയിൽ കയറ്റിയിരിക്കുകയാണ്. പോണ വഴിയിലുള്ള സംഭവം ഒന്നും കാണിക്കാൻ പറ്റിയില്ല, ബ്ലോക്കും വണ്ടി ഓടിക്കായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അടുപ്പൊക്കെ നേരത്തെ തന്നെ ചേട്ടൻ നേരത്തെ വന്നതുകൊണ്ട് ചേട്ടൻ അടുപ്പൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ട്. ചേട്ടൻ്റെ വണ്ടിയിൽ വന്നതാണ് സുനിത ചേച്ചിയും ശോഭ ചേച്ചിയും. അങ്ങനെ അവരുടെ വർക്ക് ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കുഴച്ച് വെക്കുകയാണ്, എല്ലാം സെറ്റാക്കിയിട്ട്. അതിന് മണ്ടേ എന്തിനാണ്ട് പറഞ്ഞു തന്നായിരുന്നു, ഞാൻ മറന്നുപോയി. അങ്ങനെ ചേട്ടനും ദിനേശ് അണ്ണനും ഉണ്ടായിരുന്നു. പിന്നെ രാജവണ്ണൻ പിന്നീട് വന്ന്. അങ്ങനെ രാജവണ്ണനും വന്നിരിക്കുകയാണ്. രാജൻ്റെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് രാജൻ്റെ അടുത്ത് പോയി ഒരു വീഡിയോ ഒക്കെ എടുത്ത്. അങ്ങനെ ഇതാണ് ഇവിടെ വെച്ചാണ് നേദിക്കുന്നതും. ഇത് ദേവിയാണ്, കല്ലുമൂട് ബ്രദേഴ്സാണ് ഈ പൊങ്കാലയും ബാക്കി എല്ലാ സെറ്റപ്പുകളും ഏറ്റെടുത്താക്കുന്നത്. ശ്രീ പഞ്ചമി ദേവീക്ഷേത്രത്തിലെ ഇതൊക്കെയാണ്. ദേവീക്ഷേത്രത്തിൻ്റെ ഇത് വെച്ചാണ് ഇവിടെ എല്ലാം ആരംഭിച്ചിരിക്കുന്നത്. എല്ലാം നല്ലൊരു ഇതായിരുന്നു. പിന്നെ നമ്മൾ ചായ വയ്ക്കാൻ കയറി, ചായയും കുടിച്ചു കഴിഞ്ഞ് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിരിക്കുന്നേ ഉള്ളൂ. മൊത്തത്തിലൊരു നല്ലൊരു വൈബായിരുന്നു. ഓക്കെയാണ്, നല്ലൊരു പൊങ്കാലയായിരുന്നു. മൊത്തത്തിൽ ഇഷ്ടപ്പെട്ട് എനിക്ക്. ഇടയ്ക്ക് വാക്കുകളൊക്കെ ഇങ്ങനെ തെറ്റിപ്പോണുണ്ട്. അത് പെട്ടെന്നുള്ള ഒറ്റ ഇതിൽ ഇപ്പോന്നുകൊണ്ട് പറയുന്നതുകൊണ്ടാണ് തെറ്റിപ്പോണത്. അടുത്ത വീഡിയോയിൽ ശരിയാക്കുന്നതായിരിക്കും. പോട്ട് വന്നപ്പോഴും സുനി ചേച്ചിയും ശോഭ ചേച്ചിയും വർക്കിൽ തുടങ്ങുന്നേ ഉള്ളൂ. അതിൻ്റെ കണ്ണും മൂക്കും വായൊക്കെ ഉണ്ടാക്കിയാണ് ഈ സംഭവം ഉണ്ടാക്കുന്നത്. ദിനേശനും വൈഫിനെ കൊണ്ടൊക്കെയാണ് വന്നത്. വൈഫിനെയും അനിയത്തിയൊക്കെ കൊണ്ടാണ് വന്നത്. എല്ലാവരും ഉണ്ട്, നമ്മളെ ഏരിയയിലെ ആൾക്കാർ തന്നെയാണ് മിക്കതും ഉള്ളത് മൊത്തത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ. അങ്ങനെ ഞാൻ കൊണ്ടുവന്നതാണ് ഇവരെയൊക്കെ. കൊച്ചു കുരിപ്പ് നല്ല കുരുത്തക്കേടായിരുന്നു മൊത്തത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ. അങ്ങനെ ഏകദേശം നല്ലൊരു അന്നദാനം ആയിരുന്നു. അങ്ങനെ നമ്മൾ പഞ്ചമി ദേവി ക്ഷേത്രത്തിലൊന്ന് പോകാമെന്ന് വെച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി. അങ്ങനെ പഞ്ചമി ദേവി ക്ഷേത്രത്തിൽ എത്തി. അകത്തുള്ള കാഴ്ചകളൊന്നും കാണിക്കുന്നില്ല. അങ്ങനെ പഞ്ചമി ദേവി ക്ഷേത്രത്തിൽ കയറിയിട്ട് നമ്മൾ തിരിച്ചിറങ്ങി. ഞാൻ ചന്ദനക്കുറി ഇടുകയാണ്. ചന്ദനക്കുറി ഇട്ട് അങ്ങനെ ആറ്റുകാലിയാണ്ട് നമ്മളിവിടെയാണ് വണ്ടി പാർക്ക് ചെയ്തത്. ഇവിടുത്തെ ചേച്ചിയുണ്ട്, ഓണർ. നല്ല സഹകരണമാണ്. എന്നുവെച്ചാൽ എല്ലാ കാര്യത്തിലും കൂടെ നിൽക്കും. വണ്ടി പാർക്ക് ചെയ്താലും അവിടെ നിന്ന് ഇരിക്കാനായാലും ബാത്റൂം ആയാലും എല്ലാ ചേച്ചിമാർക്കും എല്ലാം തുറന്നു കൊടുക്കുകയൊക്കെ ചെയ്യും. നല്ല കിടിലൻ സഹകരണവും നല്ല ഇതാണ്. അങ്ങനെ നമ്മൾ കാപ്പി കുടിക്കാനായിട്ട് കയറിയാണ്. പഞ്ചമി ദേവീക്ഷേത്രത്തിൻ്റെ സമീപത്ത് തന്നെ കല്ലുമ്മ ബ്രദേഴ്സിനാണ് ഈ അന്നദാനവും പ്രഭാത ഭക്ഷണമൊക്കെ നടത്തുന്നത്. ഇങ്ങനെ പ്രഭാഷണമൊക്കെ കഴിച്ച് നല്ല ഇതായിട്ട് കഴിച്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് പോവുകയാണ്. എല്ലാവരും കഴിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ചേട്ടനെ കൊണ്ട് അങ്ങനെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഒന്ന് വെളിയിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങി. ഇവിടെ ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രമൊക്കെ ഉണ്ട് അടുത്ത്. അവിടെയും പൊങ്കാല നടക്കുന്നുണ്ട്. അവിടുത്തെ ടീംസാണ് ഇത് നടത്തുന്നത്. അങ്ങനെ അതൊക്കെ നമ്മളൊന്ന് കണ്ട് ചുമ്മാ ഒന്ന് കറങ്ങി ഒന്ന് ഫുള്ളിടെ നോക്കി. അപ്പോഴാണ് തിരിച്ചു വരുന്ന വഴിയിലാണ് നമ്മളെ വീട്ടിലെ അടുത്തുള്ള സന്തോഷണ്ണൻ്റെ വൈഫും രമണി ചേച്ചിയുടെ മോളും പിന്നെ മറ്റേ അണ്ണൻ്റെ വൈഫും എല്ലാവരും ഉണ്ടായിരുന്നു. ഇതിന് പ്ലാനറ്റിലുള്ള ചേച്ചിയും ഉണ്ടായിരുന്നു. മൊത്തത്തിൽ ഇപ്പം സമയം ഏകദേശം ആയി വരുന്നു. കല്ലുമൂട് ബ്രദേഴ്സ് ആൻഡ് ക്ലബിൻ്റെ കമ്മിറ്റി ഓഫീസാണിത്. അവിടെ എല്ലാം കുറേ കൂട്ടായ്മയുണ്ട്. നമ്മളിപ്പോൾ 3ാമത്തെ തവണയാണ് വരുന്നത്. അങ്ങനെ പൊങ്കാല തുടങ്ങാൻ ടൈം ആയിരിക്കുകയാണ്. പോയിട്ട് അടുപ്പ് കത്തിക്കാൻ പോവുകയാണ്. അടുപ്പ് പൂജയൊക്കെ ചെയ്തിട്ട് അടുപ്പ് കത്തിച്ചിരിക്കുകയാണ്. ഇനിയാണ് പൊങ്കാല തുടങ്ങാൻ പോകുന്നത്. അടുപ്പൊക്കെ കത്തിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഓരോരുത്തർ ഈ കത്തിച്ചതും കൊണ്ട് ഒരേ അടുപ്പിലോട്ട് ഇങ്ങനെ ഇതാക്കും. അങ്ങനെ പോവുകയാണ്. അടുത്തടുത്ത അടുപ്പിലോട്ട് ഇങ്ങനെ തീ ഇങ്ങനെ കത്തിക്കുകയാണ്. മൊത്തത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു കാണാൻ നല്ലൊരു ഭംഗിയാണ്. അങ്ങനെ ഒരേ അടുപ്പുള്ളിൽ ഇങ്ങനെ കത്തിച്ച് തുടങ്ങിയിരിക്കുകയാണ്. കത്തിച്ച് കഴിഞ്ഞ് നമ്മളെ ഏരിയയിൽ നിന്ന് കൊണ്ടുവന്നവരൊക്കെ അടുപ്പൊക്കെ കത്തിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഏകദേശം. ഈ ഒരു പൊങ്കാല, ഈ ഒരു അനുഭവം ഇപ്പോൾ കഴിഞ്ഞ 3 കൊല്ലം കൊണ്ട് നമ്മൾ ഇവിടെയാണ് വരുന്നത്. കിടിലൻ സ്ഥലമാണ്, കിടിലൻ ഹോട്ടാണ്. തിന്നാനും ഇരിക്കാനും വണ്ടി പാർക്ക് ചെയ്യാനും എല്ലാം നല്ല സ്ഥലമാണ്. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ പൊങ്കാലയ്ക്ക് വരാനായിട്ട്. ഒരു ലാഗും ഇല്ല, കറക്റ്റായിട്ട്. അങ്ങനെ അരിയൊക്കെ കഴുകി ഓരോരുത്തർ ഇങ്ങനെ ഇട്ട് തുടങ്ങിയിരിക്കുകയാണ്. ആ ടൈമായി അരിയൊക്കെ കഴുകി ഇങ്ങനെ ഇട്ടൊക്കെ തുടങ്ങി. ചിലർ വെള്ളമൊക്കെ തിളയ്ക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ഏകദേശമൊക്കെ
ആയി വരുന്നു. തീയൊക്കെ കത്തിച്ച് നീക്കി കൊടുക്കുകയാണ് സുനിത ചേച്ചിയും ശോഭ ചേച്ചിയൊക്കെ. അങ്ങനെ അരി വേറെ ആൾ കഴുകുകയാണ്, വേറെ ചേച്ചി കഴുകുകയാണ്. അങ്ങനെ ഞാൻ അടുത്തുള്ള ഇനി അപ്പുറത്തൂടെ ഉള്ള പൊങ്കാലയും കൂടെ ഒക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി അങ്ങോട്ടൊക്കെ നീങ്ങി. അങ്ങനെ സുനിത ചേച്ചിയും ശോഭ ചേച്ചിയും അരി കഴിഞ്ഞിരിക്കുകയാണ്. അരി കഴുകി കഴിഞ്ഞിട്ട് ഇതാ പ്രാർത്ഥിച്ചുകൊണ്ടാണ്, ദൈവത്തിനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇതാ അരിയൊക്കെ കഴുകുന്നത്. നല്ല കഴുകിയൊക്കെ ഇട്ട് അപ്പോൾ കലക്കിയ വെള്ളം കൊണ്ട് പൊങ്കാല ഇടുന്നവരൊക്കെ കൊടുക്കുകയാണ്. അങ്ങനെ കൊടുത്ത് കഴിഞ്ഞിരിക്കുകയല്ല, കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പൊങ്കാല ഇടാൻ വേണ്ടിയൊക്കെ അങ്ങനെ നമുക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനും ഒരു ഗ്ലാസ് വെള്ളമൊക്കെ എടുത്ത് കുടിച്ച് നല്ലൊരു രസമായിരുന്നു. അങ്ങനെ ഇതാ അപ്പോഴത്തേക്കും ഇതാ തണ്ണിമത്തനും ബിസ്ക്കറ്റും എല്ലാ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്ന് അവിടെ ചെറുക്കൻ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം നല്ല വെയിലുണ്ട് കേട്ടോ, വെയിലത്ത് നല്ല അന്യായ വെയിലുണ്ട്, സത്യം പറയാമല്ലോ. എല്ലാം വെയിലായിരുന്നു. പക്ഷേ കഴിഞ്ഞ അത്ര നോക്കുകയാണെങ്കിൽ അത്ര വെയിലില്ല എന്ന് തന്നെ പറയാം. പക്ഷേ ഈ സമയം അങ്ങോട്ട് നീണ്ടു പോകാൻ തോറും വെയിലുണ്ട്. ഇതാണ് സമ്മാനദാനമുണ്ട്, പൊങ്കാലയിടുന്നതിനൊക്കെ കൂപ്പനൊക്കെ വെച്ചിട്ട് സമ്മാനദാനമൊക്കെ ഉണ്ട്. ഇത്ര സമ്മാനമൊക്കെ ഉണ്ട്, കുറേ സമ്മാനമുണ്ട്, 10, 15, 20 സമ്മാനമൊക്കെ ഉണ്ട്. ഓരോരുത്തർക്ക് ഇങ്ങനെ തിളച്ചൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. ഈ തിളച്ച് ഏകദേശമൊക്കെ ആയി. ഇതാ തിളച്ചൊക്കെ പൊങ്ങി ഇതാ വീഴുന്ന കാഴ്ച ഉണ്ടാ, തിളച്ചൊക്കെ പൊങ്ങി ഇതാ വീഴുകയാണ്. അങ്ങനെ തേങ്ങയൊക്കെ ഇടാൻ ടൈമായി, തേങ്ങയും ശർക്കരയൊക്കെ ഇടാൻ ടൈമായി ഏകദേശം. അതുകൊണ്ട് ഇതിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. കാണാൻ തന്നെ എന്ത് രസമെന്നറിയാമോ, രക്ഷയില്ല. സുനിത ചേച്ചി ഇതാ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ശോഭ ചേച്ചിയുടെ ഏകദേശമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. എൻ്റെ കണ്ണും വായൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇനി ഏകദേശം എന്താ സമ്മാന കൂപ്പൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊങ്കാലയുടെ കൂപ്പണാണ്. കൂപ്പൺ അടിച്ച് കഴിഞ്ഞാൽ സമ്മാനവും ഉണ്ട്. 50 രൂപയാണ് പീസ്. കല്ലുമ്മ ബ്രദേഴ്സാണ് ഇത് നടത്തുന്നത്. അങ്ങനെ അവർ ആ കൂപ്പണൊക്കെ ആയി. ഇനി ഏകദേശം പൊങ്കാലയുടെ സ്റ്റെപ്പായി കഴിയാറായി, ഏകദേശം ഒരു ഇതായിട്ടുണ്ട്. അങ്ങനെ പൊങ്കാല കഴിയാൻ പോകണം. ഈ ശർക്കരയൊക്കെ ഇട്ട് ഏകദേശം ഇളക്കി ഒരു ഇതായി. അങ്ങനെ ഇതിൻ്റെ പണി കഴിഞ്ഞിരിക്കുകയാണ്, ഏകദേശം പൂർത്തിയായി. സുനിത ചേച്ചിയൊക്കെ ഒരു ആശ്വാസമായി, ഏകദേശമൊക്കെ കഴിഞ്ഞ്. ശോഭ ചേച്ചി അതെടുത്ത് ഇടുകയാണ്. ഇട്ട് സുനിത ചേച്ചിയും ഏകദേശം ഇതായി കഴിഞ്ഞു. അങ്ങനെ അതാ വീണ്ടും തണ്ണിമത്തനും ഇതാ ബിസ്ക്കറ്റും ഒക്കെ കൊണ്ടുവന്നിരിക്കുകയാണ്, മുട്ടായൊക്കെ കൊണ്ടുവന്നിരിക്കുകയാണ്. അങ്ങനെ ഫുൾ സെറ്റപ്പാണ് ഇവിടെ, ഒരു രക്ഷയില്ല. അങ്ങനെ എനിക്കും കിട്ടിയ ഒരു മുട്ടായി, അങ്ങനെ ഞാനും അതെടുത്ത് കഴിക്കാനുള്ള പുറപ്പാടാണ്. അങ്ങനെ പൊങ്കാല ഏകദേശമൊക്കെ ഇട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ചേച്ചിമാരൊക്കെ തണ്ണിമത്തനൊക്കെ കഴിക്കുകയാണ്. അങ്ങനെ പൊങ്കാലയൊക്കെ ഇട്ട് കഴിഞ്ഞിരിക്കുകയാണ്. പൊങ്കാലയൊക്കെ ഇട്ട് കഴിഞ്ഞ് വിശ്രമമാണ്. പിന്നെ അന്നദാനം തുടങ്ങിയിരിക്കുകയാണ് അവിടെ. അപ്പോൾ അന്നദാനത്തിനും പോയി ഒന്ന് കഴിക്കാനുള്ളൊരു സെറ്റപ്പ് നോക്കണം, അല്ലെങ്കിൽ വിശന്ന് കുരുങ്ങി അവിടെ ഇരിക്കും. അങ്ങനെ അടുത്ത നമ്മൾ അന്നദാനം കഴിക്കാനുള്ളൊരു സെറ്റപ്പാണ്. അങ്ങനെ അതിനുള്ള ക്യൂ ഉണ്ട്, തോനെ ആൾക്കാർ നിൽക്കുകയാണ്. അത് വെയിലത്താണ് നിൽക്കുന്നത്. ഇതൊന്നും അല്ല, ഇതിനെക്കാട്ടി ആളുണ്ട്. അപ്പം നമുക്കങ്ങനെ സ്ഥലം കിട്ടിയിരിക്കുകയാണ്. നമ്മളങ്ങനെ ഇതാ അന്നദാനത്തിന് ഇരുന്നിരിക്കുകയാണ്. അന്നദാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നദാനം എന്ന് പറയാൻ പറ്റില്ല, ഒരു കല്യാണ സദ്യയിൽ അത്ര സാധനങ്ങൾ, പപ്പടം, കിച്ചടി, ഇത് അവിയൽ, തോരൻ, എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. എത്ര കൂട്ടക്കറി ഇങ്ങനെ എന്ന് പറയുമ്പോൾ ചോറ് വന്നിരിക്കുകയാണ്. അങ്ങനെ ചോറ് വന്ന് പരിപ്പും വന്നിരിക്കുകയാണ്. ചോറും പരിപ്പും കൂടെ കുഴച്ചൊരു അടി എങ്ങോട്ട് അയച്ചു കഴിയുമ്പോൾ വീണ്ടും ചോറ് വന്നിരിക്കുകയാണ്. വീണ്ടും ചോറ് വന്ന് അപ്പോഴത്തേക്ക് സാമ്പാറും എത്തി. സാമ്പാറോടെ കൂട്ടി വീണ്ടും ഒരു കുഴ എങ്ങോട്ട് കുഴച്ച് നല്ല രസമായിരുന്നു. അതും കഴിച്ച് കഴിഞ്ഞപ്പോൾ എന്താ പായസം വന്നിരിക്കുകയാണ്. അത് നല്ല സൂപ്പർ പായസം. അങ്ങനെ പായസവും പഴവും കൂടെ ഒക്കെ ഇട്ട് ഞെട്ടി ഇരുന്ന് കഴിക്കാൻ നേരത്ത് ഇതാ വീണ്ടും ചോറ് പോയി. അപ്പോൾ എനിക്ക് ചോറ് വേണ്ടെന്ന് പറഞ്ഞ്. അപ്പോഴത്തേക്ക് പുളിശ്ശേരി വന്ന്, പുളിശ്ശേരിയും കൂട്ടി ഒരു കിച്ച്. അപ്പോഴാണ് രസം വന്ന്, രസം അതിലൊഴിച്ച്. രസം വരാൻ നേരത്താണ് അടുത്തത് മോര് വരാണ്. മോര് ഞാൻ കയ്യിൽ ഒഴിച്ചിട്ട് ബാക്കി ചോറിലിട്ടിട്ട് വീണ്ടും അത് കഴിക്കുകയാണ്. അങ്ങനെ കഴിച്ച് ഏകദേശം കഴിഞ്ഞ് പൂർത്തീകരിക്കുകയാണ്. നമ്മളെ കൂട്ടത്തിൽ വന്നവരും കഴിച്ച് അന്നദാനമൊക്കെ കഴിഞ്ഞ് പൊങ്കാലയും കഴിഞ്ഞ് ഇനി ഏതിക്കുള്ള സമയമാണ്, അതുവരെ കുറച്ച് സമയം വിശ്രമം. അങ്ങനെ വിശ്രമമൊക്കെ കഴിഞ്ഞ സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ബിൽഡിങ്ങിലെ ചേച്ചിക്കൊരു പട്ടിയുണ്ട്, കഴിഞ്ഞ കൊല്ലം കാണിച്ചു തന്നെയായിരുന്നു. അങ്ങനെ പട്ടീനെ ചേട്ടനെയും കളിപ്പിച്ച് നമ്മൾ ഏകദേശം പൊങ്കാലയുടെ ചിലവരൊക്കെ ഉറങ്ങുകയാണ്, ചിലവരൊക്കെ വിശ്രമിച്ചിരിക്കുകയാണ്. ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട്. അങ്ങനെ ഒരു ഐസ്ക്രീം കൊണ്ടുവന്ന് എനിക്കൊരു ഐസ്ക്രീമും കിട്ടി. ഞാനും ഐസ്ക്രീം കഴിക്കാനുള്ളൊരു പുറപ്പാടിലാണ്. അങ്ങനെ പൊങ്കാല നേദിക്കാനുള്ള സമയമായിരിക്കുകയാണ്, ഏകദേശമൊക്കെ പൊങ്കാല നേദിക്കാനുള്ള ടൈമായി. അങ്ങനെ എല്ലാവരും വെളിയിലോട്ടൊക്കെ വരികയാണ്. വിശ്രമമൊക്കെ കഴിഞ്ഞ് പോറ്റിട്ട് പൊങ്കാല തുടങ്ങിയിരിക്കുകയാണ്.
നേദിച്ചപ്പം നമ്മുടെ അടുത്തും പോയിട്ട് ഇതാ നേദിച്ച് വരികയാണ്. നേദിച്ച് വന്നിട്ട് ഇനിയിപ്പോൾ ഉടനെ തന്നെ നമ്മൾ പോവും. ഇനി ബാക്കിയുള്ള വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആട് ബ്ലോക്ക് ആയതുകൊണ്ടൊന്നും ഇടാൻ പറ്റിയില്ല. അപ്പം വണ്ടി ഞാൻ എടുത്ത് സാധനമൊക്കെ അവർ പറക്കി വയ്ക്കുകയാണ്. അപ്പം നല്ലൊരു അനുഭവമായിരുന്നു. ആറ്റുകാൽ പൊങ്കാല എന്ന് വെച്ചാൽ വേറെ ലെവലാണ്. അപ്പോൾ ഇതേപോലൊരു വീഡിയോ ആയിട്ട് അടുത്തും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.